ഗതി അഥവാ നട. എല്ലാ ജീവജാലങ്ങളും സഞ്ചരിക്കുന്നത് സവിശേഷ രീതികളിലാണ്. ഉരഗങ്ങൾ ഇഴഞ്ഞുകൊണ്ടും പറവകൾ ചിറകാട്ടിയും കാലുള്ളവ കാല് എടുത്ത് നീട്ടിവെച്ചുമാണ് സഞ്ചരിക്കുന്നത്. ഒച്ചു മുതലായ താഴ്ന്ന തരം ജീവികളും ചില കീടങ്ങളും മറ്റൊരു രീതിയിൽ ചരിക്കുന്നു. എല്ലാ ചലനങ്ങളും കൃത്യമായ സമയം പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. പക്ഷി പറക്കുമ്പോൾ ചിറകു പൊക്കാനും താഴ്ത്താനും എടുക്കുന്ന സമയം എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. മനുഷ്യൻ ഒരു കാൽ പൊക്കി വച്ചതിന് ശേഷം മറ്റേ കാൽ എടുത്തു വയ്ക്കുന്നു. ഒരു കാൽ പൊക്കുവാനും വയ്ക്കുവാനും 2 മാത്ര എന്ന് സങ്കല്പിച്ചാൽ 2 കാലിലും ആ പ്രവൃത്തി ഒരു പ്രാവശ്യം ചെയ്യുവാൻ 4 മാത്ര സമയം എടുക്കുന്നു എന്ന് കണക്കാക്കാം. അനേക കാലുകളുള്ള തേരട്ട മുതലായ ജീവികൾക്കും മാൻ, കുതിര മുതലായ ജീവികളുടെ ചാടിച്ചാടിയുള്ള ഓട്ടത്തിനും ഒരേ മാത്രകൾ തന്നെ എടുത്താൽ മതിയാകും. ഇവിടെ പറയുന്ന മാത്രകൾക്ക് കൃത്യമായ സമയമില്ല. കാലുകൾ നീളം കൂടിയ ആന നടക്കുമ്പോൾ മാത്രകളുടെ ദൈർഘ്യം കൂടുതലും നീളം കുറഞ്ഞ കാലുകളുള്ള എലി മുതലായവയുടെ ചലനത്തിൽ മാത്രകൾ ചുരുങ്ങിയുമിരിക്കും. ഈ 4 മാത്രകളെ തക്ക, ധീമി എന്ന ചൊല്ലുകൊണ്ട് വ്യവഹരിക്കാം. 4 മാത്രയുടെ ചലനമായതുകൊണ്ട് ചതുരശ്രഗതി അല്ലെങ്കിൽ നട എന്നും പറഞ്ഞു വരുന്നു. ഒരാവൃത്തി പൂർത്തിയാക്കാൻ 3 മാത്ര എടുക്കുമ്പോൾ ഈ 3 മാത്രകളെ തക്കിട്ട എന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് ദൃശ്യഗതി എന്ന് പറയുന്നു. ഇങ്ങനെ മനുഷ്യൻ സ്വജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ശീലിച്ച താളത്തിലെ 2 നടകളാണ് ചതുരശ്രവും ദൃശ്യവും.